വരുമല്ല സാറേ, പണികളൊക്കെ ഏകദേശം പൂർത്തിയായിരിക്കുക. കോൺട്രാക്ട് പ്രകാരം ഓഫീസിന്റെ റിനോവേഷന് 1 ലക്ഷം രൂപയായിട്ടുണ്ട്. എന്റെ പേയ്മെന്റ് തരികയായിരുന്നെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാമായിരുന്നു. പണമൊക്കെ ഞാൻ തന്നോളാം. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ആദ്യം ഞാൻ എന്റെ ഓഫീസ് മുഴുവൻ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വരട്ടെ. ഇവിടെ പെയിന്റിംഗ് ശരിയായിട്ടില്ല. 10,000 രൂപ കുറച്ചോ? കുഴപ്പങ്ങളേ ഉള്ളൂ. ഒരു 10,000 രൂപ കൂടി കുറച്ചോ? ഇതൊക്കെ വെട്ടിച്ചുരുക്കിയാൽ 1.5 ലക്ഷത്തിന്റെ കണക്കായി. 1 ലക്ഷം താൻ എടുത്തോ, എന്നിട്ട് 50,000 എനിക്ക് തന്നേക്ക്. എടുക്ക്. എന്നാ ഇത് പിടിച്ചോ. ഇതെന്താ? ഞാൻ എന്തിനാ അയാൾക്ക് പൈസ കൊടുക്കുന്നത്? ജോലി ചെയ്തത് ഞാനല്ലേ. പൈസ എനിക്കിതാ. എന്റെ 50,000 തിരിച്ചതാ. ഞാൻ ജോലി ചെയ്ത 1 ലക്ഷം താ, എടുക്ക്. ഈ പണം എന്താ മരത്തിൽ കഴിക്കുന്നതാണോ? നീ മര്യാദക്ക് ജോലി ചെയ്തിട്ടില്ല, എന്നിട്ട് പണം ചോദിക്കുന്നു. എടോ, വേഗം സ്ഥലം വിടാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. പറഞ്ഞേക്കാം. ഗംഗ അങ്കിള് ടെൻഷൻ അടിക്കല്ലേ. ആകാശം ഞങ്ങള് വാങ്ങിച്ചു തരാം. വല്ല എന്റെ പണം തരാതെ എന്നെ വട്ടം കറക്കുന്നത് അത്ര നല്ലതിനല്ല. ഗംഗയോട് മുട്ടാൻ നിന്നാൽ നിനക്ക് നഷ്ടമേ ഉണ്ടാവൂ. ഒന്ന് പോടോ ഗംഗോ. നിങ്ങൾ കണ്ടില്ലേ എന്റെ അർപ്പിശിക്കനായ ഭർത്താവിനെ? അങ്ങേര് പിശുക്കന്മാരുടെ രാജാവാണെന്നേ. എന്തുമാത്രം പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് അവരെ കൊണ്ട്. എന്നിട്ട് കാശും കൊടുക്കില്ല. ഈ പിശുക്കിനൊക്കെ ഒരു അറുതിയില്ലാന്നുണ്ടോ? അതെ, ആരോടും പറഞ്ഞേക്കരുതേ. പൊയ്ക്കോ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ബൈ. നിങ്ങളുടെ ഭർത്താവ് ബല്ലയെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അയാളെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്ന അയാളെ രക്ഷപ്പെടുത്തിക്കോളൂ. ഇല്ലെങ്കിൽ തട്ടിക്കളയും. എന്റെ ബല്ലേട്ടിനെ കിഡ്നാപ്പ് ചെയ്തെന്നോ? എന്തു പറ്റി മാഡം? 5 ലക്ഷമേ? 5,000 പോലും ഞാൻ കണ്ണി കണ്ടിട്ടില്ല. ഈശ്വരാ, എന്ത് ചെയ്യും? അയ്യോ കഷ്ടം. ഞാൻ ഈ ദരിദ്രവാസിയാണല്ലോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുവന്നത്. കാശില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതെടുത്തു കൊണ്ടുവാ. വേഗം വന്നു കഴിഞ്ഞാൽ വലിയ ജീവനോടെ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അയ്യോ വേണ്ട വേണ്ട, എല്ലാ ആഭരണങ്ങളും ഞാൻ കൊണ്ടുവന്നേക്കാം. ബല്ലേട്ടിനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഈ ബല്ലയുടെ കയ്യിൽ നിന്നും കാശ് പലിശ സഹിതം എങ്ങനെയെങ്കിലും കൈക്കലാക്കാതെ വിടുന്ന പ്രശ്നമില്ല. അതെ കിഡ്നാപ്പർ ചേട്ടാ, എന്തിനെങ്ങനെ പണം പാഴാക്കുന്നത്? പണം സൂക്ഷിച്ച് ചെലവാക്കണം, പാഴാക്കരുത്. പണം മരുതിക്കാക്കുന്നൊന്നും അല്ലല്ലോ. നിങ്ങൾ ഈ ശിങ്കടികൾക്ക് മട്ടനും ചിക്കനും ഇങ്ങനെ വാങ്ങിക്കൊടുത്താല് അവരെ തിന്ന് കുഴി വടിയന്മാരാവും, പണിയെടുക്കൂല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ദിവസത്തെ ചിക്കന് മാത്രം എന്തുമാത്രം കാശാ ചെലവാക്കുന്നത്. ഒരു ദിവസം 1 കിലോയ്ക്ക് 480 രൂപ. അതിലേക്ക് ഉള്ളി, തക്കാളി, മല്ലി, മുളക്, ഉപ്പ്, ഇതിനുള്ള കാശ് വേറെയും. ഒരു ദിവസം തന്നെ ഇത്രയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയാകും? ഒന്ന് ആലോചിച്ച് നോക്ക്, 10 വർഷത്തേക്ക് എത്രയാവും? ഇതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. 10 വർഷം കൊണ്ട് കോടികൾ ലാഭിക്കാമല്ലോ. അപ്പൊ 3 പേരും ഭക്ഷണമൊക്കെ തിരിച്ചതാ. അതെ, ആ പ്ലേറ്റിംഗ് തന്നെ. അയ്യോ, നിങ്ങൾ കണ്ടില്ലേ സാർ, സാറിന് ഞാൻ എത്ര ലാഭം ഉണ്ടാക്കി തന്നെന്ന്. ശരി, എന്നെ വേഗം അഴിച്ചുവിട്. ഒന്ന് നിർത്തണോ? തന്നെ വിടണമെന്നുണ്ടെങ്കിൽ ആഭരണം കിട്ടിയേ മതിയാവൂ. വേഗം ആഭരണങ്ങൾ തരൂ. ഇവരുടെ ഷൂസിൽ എങ്ങനെയാ പെയിന്റ് ആയത്? ഇതാ ഗംഗാ പെയിന്ററിന്റെ ആളുകളാണോ? എടോ, ഈ ആഭരണങ്ങൾ സ്വർണ്ണമാണോന്ന് ചെക്ക് ചെയ്ത് നോക്ക്. കാരണം ഈ പിശുക്കന്മാരെ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. എടീ പൊമ്മി, നീ എന്തിനാ ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നത്? പണം എന്താ മരത്തിൽ കായ്ക്കുന്നതാണോ? എന്റെ ബല്ലേട്ടാ, ഇങ്ങനൊന്നും പറയല്ലേ. എനിക്ക് നിങ്ങളാണ് ഇമ്പോർട്ടന്റ്, ഈ ആഭരണങ്ങളല്ല. ബോസ്, ഈ ആഭരണങ്ങൾ വ്യാജമാണല്ലോ.
ബോസ് ഇതും വ്യാജമാണ്. ഇവര് നമ്മളെ വിഡ്ഢികളാക്കി ബോസ്. ഈ വ്യാജ ആഭരണങ്ങളിൽ സ്വർണം പൂശിയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും ബോസ്? അപ്പൊ ഇത്രയും കാലം എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ? ഈ വ്യാജ സ്വർണ്ണാഭരണങ്ങളാണോ നിങ്ങൾ സമ്മാനമായി എനിക്ക് കൊണ്ടു തന്നത്? എന്റെ പപ്പി, മെലോ ഡ്രാമ നിർത്തുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നടക്കുന്നത് വലിയ ആപത്താണ്. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസിന്റെ ചവിട്ടിൽ നിന്നും ആർക്കും രക്ഷയില്ല. പോലീസ് മാഡം എന്തായി ചെയ്തത്? അവർക്ക് ചവിട്ട് കൊണ്ടതും ബല്ലാങ്കിളിനെയും കൂടെ കറക്കിക്കൊണ്ടുപോയി. അവരെ രക്ഷപ്പെടാനോ? മരമണ്ടന്മാർ ഈ പോലീസിന്റെ കയ്യിൽ നിന്നും എത്ര ദൂരം അവര് രക്ഷപ്പെടും? അവർക്കെതിരെ എനിക്ക് തെളിവുകൾ ലഭിച്ചു. വരൂ, നമുക്ക് കോജി അങ്കിളിന്റെ സഹായം ചോദിക്കാം. കോജി അങ്കിൾ, ഞാൻ കിഡ്നാപ്പേഴ്സിന്റെ ഫുട് പ്രിന്റിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് ഓഫീസിലെ ഫുട് പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്ക്. ചിലപ്പോ മാച്ച് ആയാലോ? Let me check. അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. ഈ കിഡ്നാപ്പേഴ്സ് മറ്റാരുമല്ല, ഗംഗയും സംഘവുമാണ്. അവര് റെനോവേഷന്റെ പണി ചെയ്തായിരുന്നു. ബെല്ലാങ്കൾ അവർക്ക് ക്യാഷ് കൊടുത്തില്ല. അതിന് പ്രതികാരമായിട്ട് പേയ്മെന്റ് കൈക്കലാക്കാൻ വേണ്ടിയാ അവരിപ്പോ ബെല്ലാങ്കളിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. മാമാ, അവരുടെ ഗോഡൌൺ മാമന് അറിയാവോ? അറിയാം അനന്തരവാ. നഗരത്തിന് പുറത്ത് അവർക്ക് വലിയൊരു ഗോഡൌൺ തന്നെയുണ്ട്. അവിടെയാണ് അവർ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. എങ്കിൽ വരൂ, അവര് ഗോഡൌണിലായിരിക്കും ബെല്ലാങ്കളിനെ വെച്ചിരിക്കുന്നേ. ഹലോ പോലീസ് മാഡം, പെട്ടെന്ന് നഗരത്തിന്റെ പുറത്തുള്ള ഗോഡൌണിലേക്ക് വാ. ഹാൻഡ്സ് അപ്പ്! ആരും നിന്നിടത്ത് നിന്ന് അനങ്ങിപ്പോകരുത്. ഗംഗാ പെയിന്റ്, മാസ്ക് എടുത്തോളൂ. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി. എടാ തെമ്മാടികൾ, എന്റെ മേക്കപ്പ് കൊളമാക്കിയല്ലോ. അവരെ പിടിക്കടാ. അതെ, ഇതാണ് മാഡത്തിന്റെ ഒരു സ്റ്റൈൽ ട്ടോ. ആരെങ്കിലും ഇങ്ങനെ തൊട്ടാലുണ്ടല്ലോ, ഇത് എന്റെ ഏരിയയാണ്. ഇന്ന് വരെ ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളാണെന്ന് പറഞ്ഞ് മുഖപണ്ടങ്ങളാ വാങ്ങി തന്നത്. എന്തായാലും ഇന്ന് ഞാൻ ഇങ്ങനെ വെറുതെ വിടില്ല. ജീവിതകാലം മുഴുവൻ മുഖപണ്ടങ്ങൾ തന്നെ കളിപ്പിച്ചല്ലേ. ഇത്രയും പിശുക്ക് വേണ്ടായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇത് എങ്ങോട്ടാ ഓടുന്നത്? മമ്മി എന്നൊന്നും ചെയ്യല്ലേ. നിൽക്കവിടെ. അയ്യോ വേണ്ട, എന്നെ വിട്ടേക്ക്. അയ്യോ എന്താടാ ചെയ്തത്? കൊച്ചേർക്ക, പെട്ടെന്ന് ഇങ്ങനെ ഈ മേഘങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്തിയത്? അതുപോലെ ഈ മേഘങ്ങൾക്ക് മുഖമുണ്ടല്ലോ. അയ്യോ, ഇത് കഴുകനായിരുന്നോ?
എന്റെ മേക്കപ്പ് ഒക്കെ അവറ്റകൾ നശിപ്പിച്ചല്ലോ. ആ? ആ! എന്റെ മെറ്റൽ ഹാറ്റിന്റെ കഴിവ് കണ്ടോ? ഇത് വെച്ച് ശത്രുക്കളെ കീഴടക്കാം. അയ്യോ, സോറി മമ്മി. ഇന്ന് ഞാൻ ശരിക്കും ഉറപ്പായും ശരിക്കുള്ള ആഭരണങ്ങൾ മേടിച്ചു തരാം. എടാ എങ്ങോട്ടാടാ പോകുന്നത്? വന്ന് ഇനി ജയിലിൽ പെയിന്റ് ചെയ്താ മതിട്ടാ. പോലീസ് മാഡം, ബെല്ലാ സാർ എന്റെ മുഴുവൻ കാശും തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ പണി ചെയ്യേണ്ടി വരില്ലായിരുന്നു. അങ്ങേര് കാശ് തരാത്തതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങേരെ കിഡ്നാപ്പ് ചെയ്തത്. എന്താ ബല്ലേ, ശരിയാണോ? സോറി ഗംഗ, ഡോണ്ട് വറി. ഞാൻ ഇന്ന് തന്നെ മുഴുവൻ തുകയും തന്നേക്കാം. വളമങ്ങനെ മരത്തിൽ കായ്ക്കുന്ന വസ്തു അല്ലല്ലോ.